കണ്ണൂർ പയ്യന്നൂരിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഒരു കുടുംബത്തിലെ 4 പേരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. രാമന്തളി സ്വദേശികളായ KT കലാധരൻ, അമ്മ ഉഷ, കലാധരന്റെ 6ഉം 2ഉം വയസ്സുള്ള മക്കൾ എന്നിവരാണ് മരിച്ചത്. അകന്നു കഴിയുന്ന ഭാര്യ കോടതി ഉത്തരവിലൂടെ മക്കളെ വിട്ടുകിട്ടാൻ ആവശ്യപ്പെട്ടത് കലാധരനെ മാനസികമായി സമ്മർദ്ദത്തിലാക്കിയെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. രാമന്തളി സെന്റ് വടക്കുംപാട് റോഡിന് സമീപത്തെ കോയിത്തട്ട താഴത്തെ വീട്ടിൽ ഉഷ, പാചകത്തൊഴിലാളിയായ മകൻ കലാധരന്റെ മക്കളായ 6 വയസ്സുകാരി ഹിമ, 2 വയസ്സുകാരൻ കണ്ണൻ എന്നിവരെ ഇന്നലെ രാത്രിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിന്റെ 1ാം നിലയിലെ മുറിയിലായിരുന്നു 4 പേരുടെയും മൃതദേഹങ്ങൾ. ഉഷയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ വീട്ടിലെത്തിയപ്പോൾ വീട് അടച്ച നിലയിലായിരുന്നു. വീടിന് മുൻവശത്ത് നിന്ന് കിട്ടിയ കത്തുമായി ഉണ്ണികൃഷ്ണൻ പോലീസ് സ്റ്റേഷനിലെത്തി. പോലീസ് സ്ഥലത്തെത്തി വീട് തുറന്നപ്പോഴാണ് 4 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഉഷയെയും കലാധരനെയും കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലും 2 മക്കൾ മരിച്ചു കിടക്കുന്ന നിലയിലുമായിരുന്നു. മുറിയിലെ മേശപ്പുറത്ത് മദ്യക്കുപ്പി, കീടനാശിനിയുടെ കുപ്പി, പാൽ എന്നിവ ഉണ്ടായിരുന്നു. പാലിൽ കീടനാശിനി കലക്കി നൽകി മക്കളെ കൊലപ്പെടുത്തിയ ശേഷം കലാധരനും ഉഷയും തൂങ്ങി മരിച്ചെന്നാണ് നിഗമനം. ആ കുട്ടികൾക്ക് ഇവരില്ലാണ്ട് പറ്റൂല. അപ്പൊ ആ ലാസ്റ്റ് വന്ന പറ്റി ഇതിന്റെ കേസിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. കാരണം അവൻ പറഞ്ഞു എനിക്ക് കുട്ടികളെ കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ മിനിഞ്ഞാന്ന് കുട്ടീൻ്റെ ഇത് കണ്ട് അവൻ അകത്തളന്നു പോയി. കാരണം കുട്ടികൾ എനിക്ക് പോകാൻ പറ്റൂല അച്ഛാ, ഞാൻ പോവില്ല, അവിടെ പോവില്ല, അവരെന്നെ കൊല്ലും. അമ്മേൻ്റെ പേര് പറഞ്ഞിട്ടേ പറയാം. അമ്മ എന്നെ ഇതാക്കും, എൻ്റെ കൈ ഇതാക്കും. മോളോട് ചോദിച്ചാൽ തന്നെ മോള് പറയും തല്ലും, രാത്രിയിലും തല്ലും, ചീത്ത പറയും. ഫുഡ് കൊടുക്കൂല കുട്ടികൾ ഇവിടെ വന്നിട്ടാണ് ആഹാരം കഴിക്കുക. കലാധരനും ഭാര്യ നയൻതാരയും വിവാഹമോചനത്തിനായി കുടുംബ കോടതിയിൽ കേസ് നൽകിയിരുന്നു. കലാധരന്റെ കൂടെ താമസിക്കുന്ന 2 മക്കളെയും അമ്മയുടെ ഒപ്പം വിടാൻ കോടതി വിധി ഉണ്ടായിരുന്നു. ഭാര്യ മക്കളെ വിട്ടുകിട്ടാൻ സമീപിച്ചത് കലാധരനെ മാനസിക സമ്മർദ്ദത്തിലാക്കിയെന്നും കുടുംബം ആരോപിച്ചു. ന്യൂസ് മലയാളം, കണ്ണൂർ.